കുറെ ഓപ്പർച്യൂണിറ്റീസ് വന്നു. അപ്പൊ ഏത് പിക്ക് ചെയ്യണം എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് അപ്പൊ തന്നെ ഒരു വിത്തിൻ 1 മന്ത് തന്നെ എനിക്ക് പ്ലേസ്മെന്റ് കിട്ടി. എന്റെ പേര് ജിയ എന്നാണ്. അപ്പൊ ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. അപ്പൊ ഞാൻ DM ഒരു കരിയർ പാത്തായിട്ട് ചൂസ് ചെയ്ത ഒരാളല്ല സീരിയസ്ലി. അപ്പോൾ ഞാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് DM ചൂസ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തതിലൊരു ബെറ്റർ തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്തത്. കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പ്ലേസ്മെന്റ് കിട്ടിയിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതും ടൗൺ ഹാളിൽ തന്നെയാണ്. അപ്പോൾ പക്ഷെ എനിക്ക് എന്തോ കോഡിങ് അത്ര ഇൻട്രസ്റ്റ് തോന്നിയില്ല. പിന്നെ അതിനുശേഷം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്തത്. എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നി ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പഠിക്കാനാണെങ്കിൽ, ഗ്രാസ്പ് ചെയ്യാനാണെങ്കിൽ, പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏതൊരു ടൈമിൽ വേണമെങ്കിലും നമുക്ക് ഡൗട്ട് ചോദിച്ചാൽ ക്ലിയർ ചെയ്യും. ഇപ്പം ഞാൻ വർക്കിംഗ് ആണ് കറന്റ്. എന്നാൽ പോലും നമുക്കൊരു ഡൗട്ട് ഉണ്ട് വിളിച്ചു ചോദിച്ചാൽ യോഹൻ സാർ, റോഹിത് സാർ രണ്ടുപേരും എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആണ്. ഏത് ടൈമിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ആണെങ്കിൽ പോലും അവർ നമുക്ക് റിപ്ലൈ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഡൗട്ട് ക്ലിയർ ആവുന്നുണ്ട്. ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഇവിടെ. ബേസിക്കലി എല്ലാ കമ്പനീസിലും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം വേണം. പല പല ഫീൽഡുണ്ട് ഡിജിറ്റൽ മാർക്കറ്റ്. പെർഫോമൻസ് ആണെങ്കിലും, SEO ആണെങ്കിലും, സോഷ്യൽ മീഡിയ ആണെങ്കിലും, കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും എല്ലാ കമ്പനിയിലും ഒരു വേക്കൻസി കാണും. നമുക്ക് കുറേ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തരുന്നുണ്ട്. പിന്നെ നമ്മൾ മാക്സിമം എക്സ്പോഷർ ചെയ്യുക. ഞാനിവിടെ കോഴ്സ് കഴിഞ്ഞത് കഴിഞ്ഞ വർഷം മെയ്യിലാണ്, 2025 മെയ്യിൽ. ഞാൻ അത് കഴിഞ്ഞ് ഒരു മാസം മുന്നേ ജസ്റ്റ് വെയിറ്റ് ചെയ്തു. അത് കുറെ ഓപ്പർച്യൂണിറ്റീസ് വന്നു. അപ്പോൾ ഏത് പിക്ക് ചെയ്യണം എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് അപ്പം തന്നെ ഒരു വിത്തിൻ 1 മന്ത് തന്നെ എനിക്ക് പ്ലേസ്മെന്റ് കിട്ടി. അതിനും സാറിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് കോഡിങ് കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് പാടായിട്ടുള്ള ഒരാളാണ്. അപ്പം എന്തെങ്കിലും പെട്ടെന്ന് വർക്ക് തന്നാൽ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായി, നെർവസായി. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്കായിട്ടായിരുന്നു. പലർക്കും ഹെൽപ്പ് ഇങ്ങനെ ചോദിച്ചു അങ്ങനെ. പക്ഷെ എനിക്ക് ഈ ഫീൽഡിലേക്ക് ടെൻഷൻ, സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. കൂളാണ്. ഭയങ്കര ഹാപ്പിയാണ്.